ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പൊന്നാങ്കണ്ണി ചീര എങ്ങനെ വയ്ക്കാമെന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊന്നാങ്കണ്ണി ചീരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഓരോ ഇതളുകളായി കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ലതുപോലെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ നല്ല ആ പരുവമായി നിൽക്കുന്ന ആ പൊന്നാങ്കണ്ണി ചീര അങ്ങോട്ട് നമ്മൾ വെള്ളത്തിലോട്ട് കഴുകി വാരി ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമ്മുടെ കത്തി ഇങ്ങോട്ടെടുത്ത് ഞരുവാരി ഇങ്ങനെ അരിയണം. അരിഞ്ഞ് അത് ശകലം മാറ്റി വയ്ക്കണം. എന്നിട്ട് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടതിന് ശേഷം നമ്മുടെ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ചട്ടിയിലേക്ക്. എന്നിട്ട് ശകലം കടുവും കുറച്ച് കറിവേപ്പിലയും പിന്നെ തേങ്ങയും മഞ്ഞളും ജീരകവും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ്, നമ്മുടെ നാട്ടിലെ അരപ്പ് എന്നാണ് പറയുന്ന സുഹൃത്തുക്കളെ, അത് ഇതിലോട്ട് ചേർക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കുക. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ സവാളയും ഈ ചീരയും കൂടെ ഇട്ട് ഇളക്കുന്നത് പോലെ അത് ശകലം ഇളക്കിന് ശേഷം നമ്മുടെ ഈ അരപ്പ് അതിലോട്ട് ചേർക്കുക. എന്നിട്ട് നമ്മുടെ ഈ അരപ്പ് അങ്ങോട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ചെറിയ ഫ്ലേവറിലിട്ട് അടച്ചു വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര ഇവിടെ തയ്യാറായി കഴിഞ്ഞു സുഹൃത്തുക്കളെ. ആ